നമസ്കാരം. ആദ്യ ഇന്നിംഗ്സിൽ നിർണായകമായ 4 വിക്കറ്റുകൾ, രണ്ടാം ഇന്നിംഗ്സിൽ 5-ഉം. ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച് 5-ാം ദിനം വീണ 4 വിക്കറ്റുകളിൽ 3-ഉം മുഹമ്മദ് സിറാജിന്റെ വക. ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ വജ്രായുധം കളിക്കാതിരുന്ന 2 മത്സരങ്ങളിലടക്കം ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന്റെ കുന്തമുനയായത് മുഹമ്മദ് സിറാജ് ആയിരുന്നു. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമാണ് മുഹമ്മദ് സിറാജ്. 23 വിക്കറ്റുകളാണ് പരമ്പരയിൽ സിറാജ് വീഴ്ത്തിയത്. പരമ്പരയിൽ ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരവും സിറാജ് തന്നെ. പരിക്കില്ലാതെ 5 മത്സരങ്ങൾ കളിക്കാൻ സിറാജിന് സാധിച്ചു. ജസ്പ്രീത് ബുംറ എന്ന ഇതിഹാസത്തിന്റെ തണൽ ഇന്ത്യൻ പേസ് നിരയിൽ ഇല്ലെന്ന് ഒരിക്കൽ പോലും അറിയിക്കാൻ സിറാജ് തയ്യാറായിട്ടില്ല. പരമ്പരയിൽ എഡ്ജ്ബാസ്റ്റണിലെ ചരിത്ര ജയത്തിൽ പങ്ക് 7 വിക്കറ്റുകൾ, ഓവലിൽ നേടിയ 9 വിക്കറ്റുകൾ. സാക് ക്രോളി, ഒലി പോപ്പ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ജേക്കബ് ബെഥേൽ എന്നിവരുടെ എല്ലാം പ്രതിരോധം തകർത്ത ഇന്നിംഗ്സുകൾ. സിറാജ് തന്റെ ലെങ്തിൽ എത്രത്തോളം സ്ഥിരത പുലർത്തുന്നതിന്റെ തെളിവാണ് LBWകൾ. ലൈനിൽ നേരിയ പിഴവുകൾ സിറാജിന് സംഭവിച്ചിരുന്നെങ്കിലും ലെങ്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് പര്യടനം എടുത്താൽ സിറാജിനെ വാഴ്ത്തുന്നവരെല്ലാം ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സിറാജിന്റെ സാങ്കേതിക മികവ് മാത്രമല്ല, മറിച്ച് സിറാജ് എന്ന താരത്തിന്റെ സാന്നിധ്യം എത്രത്തോളം പ്രചോദനം നൽകുന്നതാണ് എന്നതാണ്. ഹൃദയം കൊണ്ട് പന്തെറിയുന്ന താരമാണ് സിറാജ്. സിറാജിന്റെ സാന്നിധ്യം ഏതൊരു ക്യാപ്റ്റനും അനുഗ്രഹമാണെന്നാണ് കമന്ററി ബോക്സിൽ അണിനിരുന്ന ഇതിഹാസങ്ങൾ പറഞ്ഞത്. അത് ശരിവെക്കുന്നതാണ് കണക്കുകളും. ഇന്ത്യൻ പേസറെ വാഴ്ത്തി ഇംഗ്ലണ്ട് സീനിയർ താരവും മുൻ നായകനുമായ ജോ റൂട്ട് പറഞ്ഞ വാക്കുകൾ തന്നെ സിറാജിന്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നു. സിറാജ് ഒരു യോദ്ധാവാണെന്നാണ് റൂട്ട് പറയുന്നത്. 5-ാം ടെസ്റ്റിൽ മികച്ച ബോളിംഗ് പ്രകടനമാണ് സിറാജ് നടത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ നേടിയാണ് സിറാജ് തിളങ്ങിയത്. ക്യാപ്റ്റൻ ഒലി പോപ്പ്, ജോ റൂട്ട്, ജേക്കബ് ബെഥേൽ, ഹാരി ബ്രൂക്ക് എന്നിവരെയാണ് സിറാജ് പുറത്താക്കിയത്. 2-ാം ഇന്നിംഗ്സിൽ സാക് ക്രോളി, ഒലി പോപ്പ്, ജാമി സ്മിത്ത്, ജാമി ഓവർട്ടൺ, ഗസ് അറ്റിക്സൺ, ജോഷ് ടങ് എന്നിവരുടെ നിർണായക വിക്കറ്റുകളും വീഴ്ത്തി. ഇതോടെ തന്റെ കരിയറിൽ 200 അന്താരാഷ്ട്ര വിക്കറ്റുകളും സ്വന്തമാക്കി മുന്നേറാനും സിറാജിന് സാധിച്ചു. 1-ാം ഇന്നിംഗ്സിൽ ജേക്കബ് ബെഥേൽ എന്ന യുവതാരത്തിന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുഹമ്മദ് സിറാജ് വ്യക്തിഗത മികവിന് തെളിവായി. 3 വോബിൾ സീം പന്തുകൾ എറിഞ്ഞു ശേഷം ഒരു ടോക്ക് റഷിംഗ് യോർക്കർ. അതെന്തൊരു പദ്ധതിയായിരുന്നു എന്നാണ് സിറാജ് പോലും ആ പന്തിനെ കുറിച്ച് പറഞ്ഞത്. 5-ാം ടെസ്റ്റിലെ ഇംഗ്ലണ്ടിന്റെ 1-ാം ഇന്നിംഗ്സ് അവസാനിച്ച ശേഷം ആ ആശ്ചര്യം സിറാജിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. അത് ദിനേശ് കാർത്തികുമായിട്ടുള്ള അഭിമുഖത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിനെതിരായ 10 ഇന്നിംഗ്സുകളിലായി 1269 പന്തുകളാണ് സിറാജ് എറിഞ്ഞത്. 211.3 ഓവർ. മറ്റൊരു ബൗളറും ഇത്രയും ഓവറുകൾ പരമ്പരയിൽ എറിഞ്ഞിട്ടില്ല എന്നത് സിറാജിന്റെ ജോലിഭാരം എത്രത്തോളമാണെന്ന് എടുത്തു കാണിക്കുന്നു. 23 വിക്കറ്റുകൾ നേടി പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമത്. 181 ഓവറുകൾ എറിഞ്ഞ ഇംഗ്ലണ്ടിന്റെ ക്രിസ് വോക്സ് ആണ് തൊട്ടു പിന്നിലുള്ളത്. 4-ാം ദിനത്തിലെ ആദ്യ മണിക്കൂറിൽ 37 പന്തുകളാണ് സിറാജ് എറിഞ്ഞത്. 13 ഫോൾസ് ഷോട്ടുകൾ ഇംഗ്ലണ്ട് ബാറ്റർമാരിൽ നിന്ന് സൃഷ്ടിക്കാൻ സിറാജിന് സാധിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ എഡ്ജുകൾ. 26 റൺസാണ് ഈ സമയത്ത് സിറാജ് വഴങ്ങിയത്. ഇതിൽ 13 റൺസും ഇംഗ്ലണ്ട് ബാറ്റർമാർ നേടിയത് എഡ്ജിൽ നിന്നായിരുന്നു. ആദ്യ മണിക്കൂറിൽ സിറാജിന്റെ വിക്കറ്റ് ലഭിച്ചില്ല എന്നത് മാത്രമായിരുന്നു ഒരു പോരായ്മ. എന്നാൽ വോബിൾ സീമിലൂടെ ഒലി പോപ്പിനെ വൈകാതെ മടക്കി ആ ക്ഷീണം തീർക്കാനും വലങ്കൈൻ പേസർക്ക് കഴിഞ്ഞു. 4-ാം ദിനം അവസാന സെക്ഷനിലേക്ക് മത്സരം കടന്നപ്പോൾ പോലും സിറാജിന്റെ കാലുകളിൽ തളർച്ച കാണുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യന്റെ ഇതിഹാസമായ ജോ റൂട്ടിനെയും ഭാവി താരമെന്ന് വിശേഷിപ്പിക്കുന്ന ഹാരി ബ്രൂക്കിനെയും മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾ. അവസാന സെഷനിൽ തുടർച്ചയായി 8 ഓവറുകളാണ് സിറാജ് ഒരു സ്പെല്ലിൽ എറിഞ്ഞത്. ഒരു പേസറെ സംബന്ധിച്ച് 8 ഓവർ സ്പെൽ എന്നത് അല്പം കഠിനമായ ഒന്ന് തന്നെയാണ്. 66-ാം ഓവറിൽ റൂട്ട് തുടർച്ചയായി 2 തവണ സിറാജിനെ ബൗണ്ടറി പായിക്കുന്നു. പിന്നീട് സിറാജ് 31 പന്തുകളാണ് എറിഞ്ഞത്. വഴങ്ങിയത് കേവലം 4 റൺസ് മാത്രമായിരുന്നു. റൂട്ടും ബെഥലും ജെയിംസ് സ്മിത്തും ഓവർട്ടണുമെല്ലാം ഏത് നിമിഷവും പവലിയനിലേക്ക് മടങ്ങുമെന്ന് തോന്നിച്ചിരുന്നു. സിറാജ് ഉയർത്തിയ സമ്മർദ്ദത്തിൽ നിന്നായിരുന്നു ബെഥലിന്റെയും റൂട്ടിന്റെയും വിക്കറ്റുകൾ നേടിയതും. ജോ റൂട്ട് സിറാജിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർമ്മിക്കാം. സിറാജ് ഒരു പോരാളിയാണ്, ഒരു യഥാർത്ഥ പോരാളി. നിങ്ങളുടെ ടീമിൽ എപ്പോഴും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കളിക്കാരൻ. അയാൾ ഇന്ത്യക്കായി എല്ലാം നൽകുന്നു. അദ്ദേഹം മത്സരത്തിനെ സമീപിക്കുന്ന രീതിക്ക് എല്ലാ അംഗീകാരങ്ങളും അർഹിക്കുന്നു. സിറാജ് ടീമിനായി എത്രത്തോളം സമർപ്പിക്കുന്നുണ്ടെന്ന് ഓവറുകളുടെ എണ്ണം മാത്രമല്ല, ലോർഡ്സിൽ തലകുനിച്ചിരുന്ന നിമിഷങ്ങൾ കൂടി ഉദാഹരിക്കാം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ നിരാശ മറച്ചു വെക്കാതിരുന്ന സിറാജ് ഇംഗ്ലണ്ടിലെ മണ്ണിൽ ഇന്ത്യൻ ജയത്തിന് കുതിപ്പായി. ഇഞ്ചിനായി മുന്നിൽ നിൽക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, ജസ്പ്രീത് ബുംറ ഇനി ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് വിരമിച്ചാലും ഇന്ത്യയെ നയിക്കാൻ സിറാജ് ഉണ്ടെന്ന്. തണലിൽ അല്ല, മുന്നണി പോരാളിയായി.